ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ? ഫുൾ വീഡിയോ ആണ് കേട്ടോ, നമ്മുടെ സെക്കൻഡ് ഫുൾ വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻസിനുള്ളതാണ്, വെജിറ്റേറിയൻസൊക്കെ അടുത്തൊരു വാ. അപ്പോൾ എങ്ങനെ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം. സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഈ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും, ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് അടുപ്പത്തേക്ക് ഒരു പാത്രം എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനൊരിപ്പോൾ 2.5 വാട്ടറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് സ്പൈസസ് ഇടുക, അതായത് കാടമം, പെപ്പർ, പെരിഞ്ചീരകം, പിന്നെ ബേ ലീഫ്, ഗീ, ഉപ്പും കൂടി ഇട്ടിട്ട് റൈസ് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ്സ് വേവിക്കാൻ വയ്ക്കുക. നോക്കിയിട്ടിട്ട് അരി അനുസരിച്ചിട്ട് എൻ്റെ വരി 15 മിനിറ്റ്സ് ഞാൻ വെച്ചപ്പോഴത്തേക്ക് അത് കുഴഞ്ഞു പോയി, പായസം പോലെ ആയി ബിരിയാണി. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് കേട്, അതായത് നമ്മുടെ തൈരിടാം. എന്നിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി ഞാൻ യൂസ് ചെയ്തേക്കണത്, അതുപോലെ ഉപ്പ്, ബിരിയാണി മസാല നമുക്ക് വീട്ടിലുണ്ടാക്കാം. മെനക്കിടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് മെനക്കിടാൻ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ബിരിയാണി മസാല വാങ്ങിയിട്ട് ഇട്ടു. അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ബാറ്റർ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ്, ഞാനിപ്പോൾ പൊട്ടറ്റോ, ബീൻസ്, ടൊമാറ്റോ, അതുപോലെ തന്നെ ഉള്ളി, ഇത്ര ഇട്ടിട്ടുള്ളൂ. ഇതിട്ടിട്ട് നമ്മൾ നല്ലപോലെ ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഒരു 15 മിനിറ്റ്സ് വേവിക്കാൻ വയ്ക്കുക. അത് കറച്ചൊരു 15 മിനിറ്റ്സ് വേവിൽ വരും കേട്ടോ. അപ്പുറം എന്നാ ചെയ്യണമെന്നാ, നമ്മൾ ഇതുണ്ടല്ലോ സോയാബീൻ, ഞാനൊന്ന് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രെഡ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ചിക്കനൊക്കെ കടിക്കുന്ന പോലെ കടിക്കാനായി ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബ്രെഡിനെ ജസ്റ്റ് വെറുതെ ഒന്നുകൂടെ അത് സോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ബാക്കി നമ്മുടെ കുറച്ച് മിക്സ്ചർ ഉണ്ടല്ലോ, ഈ വെജിറ്റബിൾസ്, അത് കുറച്ചെടുത്ത് മാറ്റി വെക്കുക. ബാക്കിയുള്ളതിനെ അതിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് ആ ബാക്കിയുള്ളതിൻ്റെ മേലെ നമ്മുടെ റൈസ് അപ്പോഴേക്കും വെന്തിട്ടുണ്ടാവും, നമ്മളത് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ആ റൈസിനെ കുറച്ച് ഫില്ല് ചെയ്ത് വെക്കുക. അതിനുശേഷം വീണ്ടും വെജിറ്റബിൾസ് ഇടുക, പിന്നെ റൈസ് ഫില്ല് ചെയ്യുക. പിന്നെ നമ്മുടെ കാരമലൈസ്ഡ് ഓണിയൻ, അതായത് നെയ്യിൽ സോക്ക് ചെയ്ത ഓണിയൻ, അതിട്ട് കൊടുക്കുക. അതുപോലെ അതിൻ്റെ കളർ വരാൻ മഞ്ഞപ്പൊടി വെള്ളവും മുളക് പൊടി വെള്ളമൊക്കെ വിതറുക. പക്ഷേ വൺ ഫ്ലോപ്പാണ്, ഒരു തേങ്ങയും വന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ പുതിനയും മല്ലിത്തഴിയും കൂടെ ഒരു ഗാർണിഷിന് കൊടുക്കുക. അപ്പുറം ആ മൂടി തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറ് കുഴഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളിയായിട്ടുണ്ട്. വെജിറ്റേറിയൻകാർക്ക് മസ്റ്റ് ട്രൈ ആണ്. കഴിക്കാനായിട്ട് ബ്രെഡും സോയ ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ ബൈ, ലവ് യു.